കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പനമ്പള്ളി നഗറിലുള്ള ദ സാൾട്ട് എന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ പൊറോട്ട അവൈലബിൾ ആണ്. ബീഫും പൊറോട്ടയും കൂടിയുള്ള ഒരു കോംബോ 99 റുപ്പീസിന് അവൈലബിൾ ആണ്. അതായത് ഫ്ലേവേർഡ് പൊറോട്ടയാണ്. അതായത് ദേശീയ പതാകയിലെ ആ 3 നിറങ്ങളിലുള്ള പൊറോട്ടകൾ നമുക്കിവിടെ കഴിക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ആ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് അത് കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുത്തെ ആ ഒരു ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട ബീഫ് റോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് കഴിച്ചു നോക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയും ബീഫ് റോസ്റ്റും വന്നിട്ടുണ്ട്. ഇതാണ് കളർ പൊറോട്ട. പച്ചയുണ്ട്, പിന്നെ സാധാരണ പൊറോട്ട തന്നെ. പച്ച പാലക്കൊണ്ടാണെന്ന് പറഞ്ഞത്. പിന്നെ ഇത് സാധാരണ നമ്മുടെ പൊറോട്ടയാണ്. ഇതിപ്പോൾ ഒരു യെല്ലോ ഇതിലാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു റെഡിൻ്റെ ടോണാണല്ലോ വരേണ്ടത്, പക്ഷേ ഒരു യെല്ലോ ഇതാണ്. അപ്പോൾ ഇത് ടർമറിക്കാണ് യൂസ് ചെയ്തതെന്നാണ് പറഞ്ഞത് ഇതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ച പൊറോട്ട. ഇതിൽ പാലക്ക് ചേർത്തിട്ടാണ് ഈ പച്ച കളറ് വരുത്തിയെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് സാധാരണ വെള്ള പൊറോട്ട. പിന്നെ ഇത് മഞ്ഞയാണ്, കറക്റ്റ് കളറ് വന്നില്ല. അപ്പോൾ ഇതിൽ ഇപ്പോൾ മഞ്ഞ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലേവേർഡ് പൊറോട്ട ഉള്ളത്. പിന്നെ ഇത് ബീഫ് റോസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴിച്ചെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഗ്രീൻ പൊറോട്ട നമുക്കൊന്ന് കഴിച്ചെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ബീഫ് കറി കുറച്ച് നമുക്ക് എടുക്കാം. കുറച്ചെടുത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം. സാധാരണ പൊറോട്ടയുടെ ടേസ്റ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കാം. ഈ മഞ്ഞ കളർ പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാം. പൊറോട്ട നല്ലതാണ്. ഇപ്പം ഉണ്ടാക്കിയതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സാധാരണ പൊറോട്ടയുടെ ടേസ്റ്റ് തന്നെയാണ്. ബീഫ് കുഞ്ഞു കുഞ്ഞു പീസുകളാണ്.
സോഫ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് സാധാരണ പൊറോട്ട ഒന്ന് എടുത്ത് കഴിച്ചോ. കുറച്ചുകൂടി കറി ഇട്ടേക്കാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. കറിയും ബീഫ് റോസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പനമ്പിള്ളിയാറിൽ വരുമ്പോൾ അപ്പോൾ ഇവിടെ വന്ന് വേണമെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ. പ്രസാദ് ഒരു ഹായ് പറഞ്ഞ. കഴിച്ചു. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് ജാനുവരി 30 ഇനോഗ്രേഷൻ ആണല്ലേ. അപ്പോൾ ഇത് എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? സാധാരണ ഹോട്ടൽ ഫുഡ്? നമ്മളിത് മൾട്ടി ക്രൂസിനാണ്. ഇതിൻ്റെ അകത്ത് അറബിക്, ഇന്ത്യൻ, ചൈനീസ് എല്ലാ ഐറ്റംസ് ഉണ്ട്. ആണല്ലേ. നമ്മുടേതായ സോൾട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞ കുറച്ച് ഫുഡ്സ് ഉണ്ട്. അത് ഇംഗ്ലീഷ് ബിരിയാണി, ചൈനീസ് ബിരിയാണി, പിന്നെ മൊറാഷ്, പിന്നെ മുർച്ചി എന്നങ്ങനെ പറഞ്ഞ് സോൾട്ട് സ്പെഷ്യൽ മാത്രം. അതിൽ കുറച്ചായിട്ട് സ്പെഷ്യൽ ഐറ്റംസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് നമ്മൾ ഇന്നലെ ആയിട്ട് ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോർമൽ 3 പൊറോട്ടാസ് ആണ്. 3 പൊറോട്ട ബീഫ് റോസ്റ്റ് at 99. അതേപോലെ തന്നെ അൽഫാം ഉണ്ട് 349. അത് ഈ 2 ദിവസത്തേക്കുള്ളൂ. പൊറോട്ടയുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻറ്റ് ഫ്ലാഗിൻ്റെ അതേ കളറിലാണ് പൊറോട്ട സെറ്റ് ചെയ്തേക്കുന്നത്. ഒന്ന് ഗ്രീൻ, ഒന്ന് നോർമൽ വൈറ്റ്, ഒന്ന് നോർമൽ നമ്മുടെ ഓറഞ്ച് കളർ. പിന്നെ ഓറഞ്ചിന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ യൂസ് ചെയ്തേക്കുന്നത് ഫ്ലേവറിന്. ആർട്ടിഫിഷ്യൽ കളർ അല്ല ഒന്നും. പിന്നെ അതേപോലെ ഗ്രീനിന് പാലക്കരച്ചാണ് മിക്സ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ ഒരു ദേശീയ ഭക്ഷണം എന്ന് എല്ലാവരും പറയുന്നതാണ് പൊറോട്ടയും ബീഫ് റോസ്റ്റും. അപ്പോൾ അത് ഈ 15-ാം തീയതി മുതൽ നമുക്ക് ഫ്ലേവേഡ് ആയിട്ട് ഇവിടെ ഈ സോൾട്ട് റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം നല്ല സ്പേഷ്യസ് ആണ്. അതായത് ഒരുപാട് റൂമുകളുണ്ട്. കപ്പിൾസിനുള്ള സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, ക്ലോസ്ഡ് ആയിട്ടുള്ളതുണ്ട്, AC റൂംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് ഇങ്ങനെ ഓരോ ദിവസവും കൂടി വരുന്നതുകൊണ്ട് നമുക്ക് ദൂരേക്കൊന്നും ട്രാവൽ ചെയ്യാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അടുത്ത റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.